لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أبدأ باسم الواحد حمدا له بالعابد صلى على محمد والآل وسلام الله أدعوك يا مولا لنا بأهل بدر بدرنا محمد نبينا صلي عليه يا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. കർമ്മോത്സുകരായ കർമ്മധീരരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ പവിത്രമായ അനുഗ്രഹങ്ങളുടെ പേമാരികൾ വർഷിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധമായ റമളാനിന്റെ പുണ്യമാക്കപ്പെട്ട ഓരോ ദിവസങ്ങളും നമ്മളിൽ നിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ 10 വിട പറഞ്ഞ് രണ്ടാമത്തെ 10ലേക്കാണ് നാം കാലെടുത്ത് വെച്ചിരിക്കുന്നത്. ആദരവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ 3 പ്രത്യേകതകളെ കുറിച്ച് നമ്മോട് പറഞ്ഞു തരികയുണ്ടായി. അതിൽ ഒന്നാമത്തെ 10നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചത് അവ്വലുഹു റഹ്മ, ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10ആണ്. രണ്ടാമത്തെ 10നെ കുറിച്ച് പറഞ്ഞത് വഔസതുഹു മഗ്ഫിറ, രണ്ടാമത്തെ 10 എന്നുള്ളത് മഗ്ഫിറത്തിന്റെ 10ആണ്, പാപമോചനത്തിന്റെ 10ആണ്. വആഖിറുഹു ഇത്കും മിനന്നാർ, അവസാനത്തെ 10 നരകമോചനം നൽകപ്പെടുന്ന, നരകമോചനം തേടപ്പെടുന്ന അവസാനത്തെ 10ആയി ആദരവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചത് കാരുണ്യത്തിന്റെ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ അടുക്കലിൽ നിന്ന് കേവലം ഒരു റഹ്മത്ത് മാത്രമാണ്, ഒരു ജുസ് മാത്രമാണ് ഈ ലോകത്തേക്ക് അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. 99 റഹ്മത്തും അള്ളാഹുവിന്റെ കരങ്ങളിലാണുള്ളത്. ഭൂമി ലോകത്തേക്ക് കേവലം ഒരു റഹ്മത്ത് മാത്രമാണ് അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ ഒരാൾക്കും ഈമാനോടെ മരിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ ഒരാൾക്കും സന്തോഷത്തോടെ ഖബറിൽ കിടക്കാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ സിറാത്ത് പാലം വിട്ടുകിടക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ജീവിതത്തിൽ ഒരു നന്മയും ഒരു സന്തോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നത് അവന്റെ കാരുണ്യം കൊണ്ടാണ്, കാരുണ്യമുള്ളവർക്കാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ കൂടിയ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ പവിത്രമായ റമളാന്റെ കാരുണ്യം അല്ലാഹു നമ്മളിലും നമ്മുടെ കുടുംബത്തിലും അല്ലാഹു നൽകട്ടെ. അവന്റെ കാരുണ്യം കൊണ്ട് ഇരുലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രണ്ടാമത്തെ 10 എന്നുള്ളത് മഗ്ഫിറത്തിന്റെ 10ആണ്. വഔസതുഹു മഗ്ഫിറ, റമളാൻ മാസത്തെ തന്നെ വിശേഷിപ്പിക്കപ്പെടുന്നത് പാപമോചനത്തിന്റെ മാസം എന്നുള്ളതാണ്. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റമളാൻ മാസത്തെ കുറിച്ച് നമ്മോട് പറഞ്ഞു തന്നുവല്ലോ. കഴിഞ്ഞുപോയ 11 മാസങ്ങളെ പോലെ ഒരാളും
ഈ റമളാൻ മാസത്തെ ലാഘവത്തോടെ കാണാൻ പാടില്ല. ഈ വിശുദ്ധമായ റമളാനിനെ ഒരാളും നിസ്സാരമായി കാണാൻ പാടില്ല. 11 മാസങ്ങളെ പോലെയല്ല റമളാൻ മാസം. അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ ഒരുപാട് പ്രവാചകന്മാർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഒരുപാട് പ്രവാചകന്മാർ നാളെ അള്ളാഹുവിനോട് വേവലാതിയും ആവലാതിയും സങ്കടങ്ങളും നൊമ്പരങ്ങളും പറയുകയാണ്. ഞങ്ങൾ ഒരു തെറ്റ് ചെയ്തപ്പോൾ, ഞങ്ങളെ സമുദായങ്ങൾ ഒരു തെറ്റ് ചെയ്തപ്പോൾ നിന്റെ കഠിനമായ പരീക്ഷണങ്ങൾ ഞങ്ങൾ ഏൽക്കേണ്ടി വന്നവരാണ്. പടച്ച തമ്പുരാനേ, അവസാനത്തെ പ്രവാചകനായ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഉമ്മത്തീങ്ങൾക്ക് എത്ര വിട്ടുവീഴ്ചകളാണ് പടച്ചവനെ നീ നൽകിയത്. അവർക്ക് വിശുദ്ധമാക്കപ്പെട്ട മാസങ്ങൾ നൽകിയല്ലോ, അവരുടെ പാപങ്ങൾ പൊറുക്കാൻ സമയം നൽകിയല്ലോ, അവർക്ക് തൗബ നൽകിയല്ലോ. അങ്ങനെ എല്ലാ ആനുകൂല്യങ്ങളും വിട്ടുവീഴ്ചകളും പരിഹാരങ്ങളും അവസാനത്തെ ഉമ്മത്ത് മുഹമ്മദിനിക്ക് നീ നൽകിയല്ലോ അല്ലാ. അത്ര സുന്ദരമായ അവസരങ്ങളൊന്നും ഞങ്ങൾക്ക് നൽകിയില്ലല്ലോ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഒരുപാട് പ്രവാചകന്മാര് അള്ളാഹുവിനോട് വേവലാത് പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. എന്നാലോ ഈ അവസാനത്തെ പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളായ നമ്മുടെ അവസ്ഥ എന്താണ്? ഈ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന മാസം അല്ലാഹു നമുക്ക് നൽകിയല്ലോ. ഒന്നിനിക്ക് 10 മടങ്ങായി പ്രതിഫലം അല്ലാഹു നൽകിയല്ലോ. എല്ലാം നമുക്ക് അനുകൂലമായി നമ്മളിലേക്ക് നൽകുകയും ചെയ്തുവല്ലോ. പോരാ, കഴിഞ്ഞ റമളാനിൽ എത്ര ആൾക്കാരാണ് നമ്മുടെ ഇടയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്? നമ്മുടെ കുടുംബമിത്രാദികൾ, നാട്ടുകാർ, അയൽവാസികൾ, വേണ്ടപ്പെട്ടവര്. അതേപോലെ നമ്മൾ കാണുന്ന പല മുഖങ്ങളും ഈ റമളാനിലേക്ക് എത്തിയപ്പോ പലരും മണ്ണറയിലാണ്, പലരും പള്ളിക്കാട്ടിലാണ്. എന്നാലോ അവരെക്കാളും അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് വീണ്ടും നൽകിയല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ പരിശുദ്ധമായ റമളാൻ മാസം ഇനി അടുത്ത വർഷം നമുക്ക് ഉണ്ടാകുമോ എന്ന് ഒരിക്കലും നമുക്ക് പ്രതീക്ഷയില്ലല്ലോ പ്രിയപ്പെട്ടവരെ. ഇനി അടുത്ത റമളാനിൽ ഞാനുണ്ടാകും, അടുത്ത റമളാനിൽ തൗബ ചെയ്യാം, മഗ്ഫിറത്തിനെ തേടാമെന്നുള്ള ആ വലിയൊരു ചിന്തയൊന്നും നമുക്കൊരു പക്ഷേ ഉണ്ടാവില്ല. എന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഖളാ വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത റമളാൻ നമ്മളിലേക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ പരിശുദ്ധമായ പവിത്രമായ പരിപാവനമായ അനുഗ്രഹങ്ങൾക്കുള്ള പേമാരികൾ വർഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ റമളാൻ മാസമുണ്ടല്ലോ, നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള മാസമാണ്. അള്ളാഹുവിലേക്ക് ഇരുകരങ്ങളും ഉയർത്തിക്കൊണ്ട് തേടാനുള്ള മാസമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടല്ലേ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നത് വൗസതുഹു മഗ്ഫിറ, രണ്ടാമത്തെ 10 എന്നുള്ളത് അത് മഗ്ഫിറത്തിനെ തേടാനുള്ള 10ആണ്. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. പടച്ച തമ്പുരാനേ, എൻ്റെ പാപങ്ങളെ നീ പൊറുക്കണേ അല്ലാ. ആത്മാർത്ഥമായി നമ്മൾ അല്ലാഹുവിനോട് തേടണം, ആത്മാർത്ഥമായി അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. ഈ റമളാൻ എന്നുള്ളത് നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ശരീരമാസകലം റമളാനിലേക്ക് നമ്മൾ നമ്മുടെ മനസ്സിനെ കൊണ്ടെത്തിക്കണം. അങ്ങനെ റമളാനിലൂടെ അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കണം. അങ്ങനെ റമളാനിലേക്ക് നമ്മുടെ മനസ്സ് മുഴുവനും, നമ്മുടെ ശരീരങ്ങൾ മുഴുവനും റമളാനായി കഴിഞ്ഞാൽ പിന്നെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവുകയില്ല, പിന്നെ നിസ്കാരത്തിന് കുറവുണ്ടാവുകയില്ല, പാപമോചനം തേടാൻ ഒട്ടും കുറവുണ്ടാവുകയില്ല. അള്ളാഹുവിലേക്ക് പാപമോചനം തേടൽ തന്നെ, ധാരാളം നിസ്കരിക്കൽ തന്നെ, പരിശുദ്ധ ഖുർആൻ ഓതൽ തന്നെ, സ്വതക്ക ചെയ്യൽ തന്നെ. അങ്ങനെ ഓരോ മനുഷ്യനും തൻ്റെ ഉമ്മയുടെ ഉദരത്തിൽ നിന്ന്, ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതുപോലെ
ഒരു തെറ്റുകുറ്റങ്ങളില്ലാതെ നിഷ്കളങ്കമായി ആ കുഞ്ഞ് എങ്ങനെയാണ് ഭൂമി ലോകത്തേക്ക് കടന്നു വരുന്നത്, അതേപോലെ നമ്മൾക്കും ഈ റമദാന് വിട പറയുമ്പോൾ ഒരു തെറ്റുകുറ്റങ്ങളില്ലാതെ നിഷ്കളങ്കമായി അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളായി അള്ളാഹുവിന്റെ കാരുണ്യങ്ങളെ കൊണ്ട് അനുഗ്രഹിച്ച, മഗ്ഫിറത്തുകളെ കൊണ്ട് അനുഗ്രഹിച്ച, നരകമോചനം നൽകപ്പെട്ട യഥാർത്ഥ അടിമകളാവാൻ നമുക്ക് സാധ്യമാകും. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര വലിയ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയാലും, പാപമംഗിലമായ ഹൃദയമാണെങ്കിലും, കറുകറുത്തുപോയ ഹൃദയമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആലയോട് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗനിയന്താവിലാഹായ അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഇജാബത്ത് നൽകുന്നവനാണ്, അല്ല പാപങ്ങൾ പൊറുക്കുന്നവനാണ്, അല്ല ഗഫൂറുർ റഹീമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തുവല്ലോ, എനിക്ക് തൗബയുണ്ടോ? എന്റെ പാപങ്ങൾ അല്ല പൊറുക്കപ്പെടുമോ? യാതൊരു ശങ്ക വേണ്ട, വേവലാതി വേണ്ട. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഉദ്ഉനി ഇസ്തജിബ് ലക്കും, എന്നോട് നിങ്ങൾ ദുആ ചെയ്യണേ. ഞാൻ നിങ്ങൾക്കുള്ള ദുആക്ക്, നിങ്ങൾക്കുള്ളതായ ചോദ്യങ്ങൾക്ക്, നിങ്ങൾക്കുള്ള ആവലാദികൾക്ക്, നിങ്ങൾക്കുള്ള വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഇജാബത്ത് നൽകുന്നവൻ ഞാനാണ്. നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത് പോലെ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത് പോലെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവാണ് ഉത്തരം നൽകുന്നവന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര, ഒരിക്കലും നമ്മൾ പരാജയപ്പെടുകയില്ല. എത്ര വലിയ പാപങ്ങളായാലും, എത്ര വലിയ ദോഷങ്ങളായാലും നമുക്കതൊന്ന് എണ്ണി എണ്ണി പറയാൻ അർദ്ധരാത്രി എണീറ്റുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞുവല്ലോ, വബിൽ അസ്ഹാറും യസ്തഗ്ഫിറൂൻ. അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്, അർദ്ധരാത്രി നേരത്തുണ്ടല്ലോ, ആ അർദ്ധരാത്രി എണീറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ഉത്തരം നൽകുന്നവനാണ്, അല്ലാഹു പാപങ്ങൾ പൊറുക്കപ്പെടുന്നവനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ വിഷയത്തിൽ യാതൊരു ശങ്ക വേണ്ട. അല്ലാഹുവിനോട് ഖേദിച്ച് മടങ്ങാൻ ഒരു നാണക്കേട് നമുക്കുണ്ടാവാൻ പാടില്ല. അങ്ങനെ ധാരാളമായി അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞാൽ അല്ലാഹു പൊറുക്കുന്നവനാണ്, അല്ലാഹു ഗഫൂറുർ റഹീമാണ്. അറിയണോ പ്രിയപ്പെട്ടവരെ, അറിയണോ സഹോദരിമാരെ, ഒരു പാപങ്ങൾ പോലും ചെയ്യാത്ത, ഒരു തെറ്റുകുറ്റങ്ങൾ പോലും ചെയ്യാത്ത മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ച അവ്വലു മൻ ആമന ബി അബൂബക്കർ, അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ, അവ്വലു മൻ യദ്ഖുലുൽ ജന്ന. ആദ്യമായി സ്വർഗ്ഗത്തിൽ കടക്കുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഒന്നാമത്തെ ഖലീഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരിയായ മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അല്ലാഹുവിനോട് തേടിയല്ലോ. അത് ഇന്നും പല പള്ളികളിൽ ആ ബൈത്തുകൾ, ആ പദ്യരൂപത്തില് ജുമുഅക്ക് ശേഷം ദുആ കഴിയുമ്പോൾ പല പള്ളികളിലും ദുആ ചെയ്യാറുണ്ട്. അതൊരു വലിയ പ്രാർത്ഥനയാണ്, അത് ഇജാബത്തുള്ള പ്രാർത്ഥനയാണ്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖുവാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി فإنك غافر الذنب العظيم. എന്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ചോദിച്ചത്?
മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ എന്താണ് അല്ലാഹുവോട് ചോദിച്ചത്? ഇലാഹി, എന്റെ പടച്ചവനെ, എന്റെ അല്ലാഹ്, ലിൽ ഫിർദൗസി അഹ്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാ പറയുന്നത്? എന്താണ് പറയുന്നത്? മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങള്, ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുകയാ, ഞാൻ സ്വർഗത്തിന്റെ അഹിലുകാരനല്ല, ഫിർദൗസിന്റെ അഹിലുകാരനാണെന്നുള്ള വലിയ ഒരു ആഗ്രഹമൊന്നും എനിക്കില്ല മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളാ പറയുന്നത്, ഫിർദൗസിലേക്ക് കടക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല റബ്ബേ, എന്നാലും ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖവാലാ നാരിൽ ജഹീമി. അങ്ങ് കഠിനമായ, കഠോരമായ, ഭീകരമായ, ഭീഭത്സമായ നരകമുണ്ടല്ലോ, വഖൂദുഹന്നാസ് വൽ ഹിജാറ, മനുഷ്യന്മാരെയും പാറക്കൂട്ടങ്ങളെയും കല്ലുകളെയും കത്തിക്കപ്പെടുന്ന നരകമുണ്ടല്ലോ സഹോദരാ, ആ കത്തിയമരുന്ന നരകമുണ്ടല്ലോ, ആ ജഹന്നം എന്ന നരകത്തിന്റെ തീയെ തടുക്കാൻ, ആ തീയുടെ ചൂടിനെ തടുക്കാൻ ഈ സിദ്ദീഖുൽ അക്ബർ എനിക്ക് സാധ്യമല്ല അല്ലാ, അതിനെ തടുക്കാൻ എനിക്ക് സാധ്യമല്ല അല്ലാ. ഫഹബിലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി. അതുകൊണ്ട് ഈ പാവപ്പെട്ട സിദ്ദീഖിന്റെ തൗബയെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ പാവപ്പെട്ട സിദ്ദീഖിന്റെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാ. ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി. പാപങ്ങൾ പൊറുക്കാൻ ഏറ്റവും ഉന്നതനായ റബ്ബാണ് നീ അല്ലാ. പാപങ്ങൾ പൊറുക്കുന്നതിൽ വണ്ണമായ ഏറ്റവും ഉന്നതനായ റബ്ബാണ് നീ. അതുകൊണ്ട് എന്റെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവോട് ഖേദിച്ച് മടങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവോട് പാപമോചനം തേടിയിട്ടുണ്ടെങ്കിൽ, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഈമാനിന്റെ 1000ന്റെ ഒരു അംശത്തിലേക്ക് പോലും നമ്മുടെ ഈമാനിന്റെ അംശം ഒരിക്കലും എത്തുകയില്ല പ്രിയപ്പെട്ടവരെ. എന്നാലും നമുക്കുണ്ടല്ലോ ഇതിൽ വലിയ പാഠമുണ്ട് സഹോദരാ. എന്റെ പെങ്ങന്മാരോട് പറയുകയാണ്, ഇതിൽ വലിയ പാഠം നമുക്കുണ്ട് എന്റെ പെങ്ങന്മാരെ. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങണേ. എങ്ങനെയാണ് മടങ്ങേണ്ടത്? എങ്ങനെയാണ് ഖേദിച്ച് മടങ്ങേണ്ടത്? അല്ലാഹു ഖുർആനിൽ പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. നിഷ്കളങ്കമായ തൗബ, കലർപ്പില്ലാത്ത തൗബയായിരിക്കണം. ആ തൗബയിലേക്ക് ഒരുങ്ങുമ്പോൾ അതിന്റെ നിയമങ്ങൾ പാലിച്ചിരിക്കണം, തൗബയുടെ ഷർത്തുകൾ പാലിച്ചുകൊണ്ട്. ഇനിയൊരു ദോഷത്തിലേക്കും അല്ലാഹുവേ ഞാൻ മടങ്ങുകയില്ല എന്നുള്ള ദൃഢമായ ആ പ്രതിജ്ഞ നമുക്ക് അനിവാര്യമാണ്. അല്ലാഹുവിലേക്ക് നിഷ്കളങ്കമായി അടുക്കേണ്ട പത്താണ്. ഈ പത്തെങ്കാലും നമ്മൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ, നമ്മൾ ഗൗനിക്കാതെ കഴിഞ്ഞാൽ, ലാഘവത്തോടെ ആരെങ്കിലും ഈ റമളാൻ മാസത്തെ വിട്ടുകളഞ്ഞാൽ അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടാവുകയില്ല, ഒരിക്കലും അല്ലാഹുവിന്റെ കാരുണ്യമുണ്ടാവുകയില്ല. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ മദീന മിമ്പറിലെ, അതല്ലെങ്കിൽ മിമ്പറിലേക്ക് ഓരോ ചവിട്ടടിയും കയറുന്ന സമയത്ത് 2 അഭിപ്രായങ്ങൾ അതിലുണ്ട്. ഏതുമാകട്ടെ, ആദരവായ നബി തങ്ങൾ ദുആ ചെയ്തുവല്ലോ, 3 തവണ ആമീൻ പറഞ്ഞുവല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആമീൻ 3 തവണ പറഞ്ഞപ്പോൾ അന്ന് നിസ്കാരം കഴിഞ്ഞ് സഹാബാക്കൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഇന്ന് വരെ പ്രവാചകന് മിമ്പറിൽ വെച്ചുകൊണ്ട് ആമീൻ പറഞ്ഞിട്ടല്ല റസൂലേ, എന്തിനാണ് ഇന്ന് ആദ്യമായി
3 തവണ ആമീൻ 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 എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ 3 കാര്യങ്ങളും പറഞ്ഞു തരികയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ തന്റെ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, സഹാബാ, ഞാൻ ഒന്നാമത് ആമീൻ പറയുവാനുണ്ടായ കാരണം പരിശുദ്ധമായ റമദാൻ മാസം ആഗതമാവുകയും വിശുദ്ധമായ റമദാൻ ആഗതമാവുകയും ആ റമദാൻ മാസത്തെ ഒരാൾ ബഹുമാനിക്കാതെ തൗബ ചെയ്യാതെ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാതെ ഒരാൾ റമദാൻ മാസത്തെ ഗൗനിക്കാതെ ലാഘവത്തോടെ ഒരാൾ നിസ്സാരമാക്കി കളഞ്ഞാൽ അവന്റെ മേൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇല്ലാതിരിക്കട്ടെ, അല്ലാഹു കാരുണ്യത്തിന്റെ നോട്ടം അവനിലേക്ക് നോക്കാതിരിക്കട്ടെ എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോ ഞാൻ ആമീൻ പറഞ്ഞതാണ്. സഹാബാ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് 3 തവണ ഞാൻ ആമീൻ പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം റമദാൻ മാസം ആഗതമാവുകയും ആ റമദാൻ മാസത്തെ 11 മാസങ്ങളെ പോലെ തന്നെ ഗൗനിക്കാതെ അല്ലാഹുവിലേക്ക് അടുക്കാതെ ഒരാൾ നിസ്സാരമാക്കി കളഞ്ഞാൽ റമദാനിലെ നോമ്പ് എന്ന് പറയുമ്പോൾ നമ്മളിൽ പലരുടെയും വിശ്വാസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കലാണ്. അല്ല, ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കൽ മാത്രമല്ല, നോമ്പ് എന്നുള്ള നമ്മുടെ കണ്ണിനിക്ക് നോമ്പുണ്ട്, നമ്മുടെ ചെവികൾക്ക് നോമ്പുണ്ട്, ഹൃദയങ്ങൾക്കുണ്ട്, കൈകൾക്കുണ്ട്, കാലുകൾക്കുണ്ട്, ശരീരമാസകലം നോമ്പാണ്. നമ്മുടെ ശരീരം മുഴുവനും നോമ്പാണ്, നമ്മുടെ ശരീരം മനസ്സും എല്ലാം നോമ്പാണ്. അങ്ങനെ വിശുദ്ധിയോടെ ഒരാൾ അല്ലാഹുവിലേക്ക് അടുക്കുമ്പോഴാണ് ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ റമദാന് കഴിയുമ്പോ വിശുദ്ധമായ രീതിയിൽ അല്ലാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ യഥാർത്ഥ അടിമകളായി അല്ലാഹുവിലേക്ക് അവനെ മടക്കപ്പെടുന്നത്. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ. ആ വിഭാഗത്തിൽ അല്ലാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മൾ. നമ്മുടെ പാപങ്ങൾ അല്ലാഹുവിലേക്ക് എണ്ണി എണ്ണി അർദ്ധരാത്രി എണീറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ബാഷ്പാഞ്ജലികൾ ഒലിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് ഒരാൾ മടങ്ങിക്കഴിഞ്ഞാൽ ആ നനഞ്ഞ കണ്ണുണ്ടല്ലോ, ആ നനഞ്ഞു പോയ ശരീരമുണ്ടല്ലോ, ആ ശരീരത്തിലേക്ക് നരകം ഹറാമാണ്. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നതാണ്. സ്വാദിഖുൽ മസ്തൂഖാണ്, കളവ് പറയാത്ത നാവ് കൊണ്ട്. മുത്തുനബി തങ്ങൾ സ്വന്തമായി ഒന്നുമേ പറഞ്ഞിട്ടില്ല, സ്വന്തമായി ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. സ്വന്തമായി ഒന്നുമേ പറയാതെ എല്ലാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് പേടിക്കണ്ട. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. അല്ലാഹുവിലേക്ക് നമുക്ക് മടങ്ങാം. പാപങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടാം, പാപമോചനം തേടി അല്ലാഹുവിലേക്ക് മടങ്ങാം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഒരുപാട് കാര്യങ്ങൾ ഈ റമദാൻ മാസത്തിൽ കുറിച്ച് വെക്കേണ്ടവരാണ്. നമ്മൾ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങേണ്ടവരാണ്. നിങ്ങളെപ്പോലെ ഒരു ഉമ്മയുണ്ടായിരുന്നോ, ഒരു പെങ്ങളുണ്ടായിരുന്നോ? ആരാണെന്നറിയോ ആ പെങ്ങൾ? എൻ്റെ പ്രിയപ്പെട്ടവരെ, മൈമൂനത്തുൽ മിസ്രി എന്നൊരു മഹദി ഉണ്ടായിരുന്നു. ജീവിതം തന്നെ അല്ലാഹുവിലേക്ക് മാറ്റിവെച്ച മൈമൂനത്തുൽ മിസ്രി പകൽ സമയങ്ങൾ നോമ്പാണ്, രാത്രി സമയങ്ങളിൽ നിസ്കാരമാണ്. അല്ലാഹുവിലേക്ക് ജീവിതം സമർപ്പിച്ച മഹദിയായ മൈമൂനത്തുൽ മിസ്രി എന്നൊരു പെങ്ങളുണ്ടായിരുന്നു. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റബീബിന് ഖൈസം എന്ന സഹാബിയോട് പറയുകയാ, റബീബിന് ഖൈസം തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്, റബീബിന് ഖൈസമേ, നിന്റെ പരലോകത്തെ സ്വർഗത്തിലെ പെണ്ണ അങ്ങ് ബസറയിലുള്ള മൈമൂനത്തുൽ മിസ്രിയാണെന്ന് റബീബിന് ഖൈസം തങ്ങളോട് പറഞ്ഞു കൊടുത്തു. എന്തെന്നില്ലാത്ത ആഗ്രഹമാണ് എന്റെ പരലോകത്തിലുള്ള നാളെ സ്വർഗത്തിൽ എനിക്ക് ഒരുമിച്ച് ജീവിക്കേണ്ട എന്റെ സഹധർമ്മണി അങ്ങ് ബസറയിലുള്ള ആ ഗ്രാമത്തിലാണെന്ന് പ്രവാചകൻ പറഞ്ഞത് കേട്ടപ്പോ വല്ലാത്ത സന്തോഷമാ, എന്തൊരു ആനന്ദമാ. റബീബിന് ഖൈസം തങ്ങളാ ആ പെണ്ണിനെ കാണാൻ, ആ മഹദിയെ കാണാൻ ബസറയിലേക്ക് കടന്നു പോകുന്നു. ബസറക്കാരോട് ചോദിക്കുന്നു, റബീബിന് ഖൈസം തങ്ങൾ ചോദിക്കുകയാ, മൈമൂനത്തുൽ മിസ്രിയെ നിങ്ങൾക്കറിയുമോ? മൈമൂനത്തുൽ മിസ്രി ആരാണെന്ന് ചോദിച്ചപ്പോൾ ആ ഗ്രാമവാസികളിൽ പലരും പറഞ്ഞു ഞങ്ങൾക്കറിയില്ല. ആ ഗ്രാമവാസികളിൽ ചിലർ പറഞ്ഞു ഞങ്ങൾക്കറിയാം, ഒരു ഭ്രാന്ത് പഠിച്ച പെണ്ണാണ്, മാനസിക നില തകരാറിലായ പെണ്ണാണ്, അവൾ രാത്രി ഉറങ്ങാറില്ല, പാട്ടുപാടി നടക്കുന്ന പെണ്ണാ. പകല് സമയത്ത് അങ്ങ് കാണുന്ന പാറക്കൂട്ടങ്ങൾക്ക് പിന്നിലാണ്, രാത്രിയാകുമ്പോൾ ഞങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഇവിടെ വന്ന് പാട്ടുപാടി നടക്കുന്ന പെണ്ണാണ്. ഗ്രാമവാസികളെപ്പെട്ട ആ ചിലരോട് മഹാനായ റബീബിന് ഖൈസം തങ്ങൾ ചോദിക്കുകയാ, ആ എന്ത് പാട്ടാണ് മൈമൂനത്തുൽ മിസ്രി പാടുന്നത്? ഗ്രാമവാസികൾ അവിടെ നിന്ന് പാടിക്കൊടുക്കുന്നു, അജബല്ലിൽ മുഹിബ്ബി കൈഫ യനാമു കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. എന്ത് പാട്ടാ പ്രിയപ്പെട്ടവരെ പാടുന്നത്? എന്ത് പാട്ടാ പെങ്ങളെ മൈമൂനത്തുൽ മിസ്രി രാത്രികാലങ്ങളിൽ പാട്ടുപാടി നടക്കുന്നത്? അത്ഭുതം തന്നെ, അജബൻ അത്ഭുതം തന്നെ. ലിൽ മുഹിബ്ബി കൈഫ യനാമു, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടവന്റെ മേൽ, അല്ലാഹുവിന്റെ ലിക്കായിനെ കാണാൻ ആഗ്രഹിച്ചവന്റെ മേൽ എങ്ങനെയാ ഗ്രാമവാസികളെ ഉറക്കം വരുന്നത്? എങ്ങനെയാ അണങ്കൂറുകാരെ നിങ്ങൾക്ക് ഉറക്കം വരുന്നത്? കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമോ, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലാഹുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എല്ലാ ഉറക്കുകളും ഹറാമു തന്നെ, ഉറക്കം വരൂല, അവനിക്ക് അവൾക്കോ ഉറക്കം വരൂല എന്ന പാട്ടാണ് മൈമൂനത്തുൽ മിസ്രി പാടുന്നത്. എന്നിട്ട് ആ പാട്ടും കേട്ടുകൊണ്ട് റബീബിന് ഖൈസം തങ്ങള് ആ പാറക്കൂട്ടങ്ങളിലേക്ക് നടന്ന് നീങ്ങുന്നു. അവിടെ യഥാ എല്ലും തോലുമായി വേച്ച് നിൽക്കുന്ന ഒരു പെൺകുട്ടി അതാ നിസ്കരിക്കുകയാണ്, നിസ്കാരത്തിലാണ്. നിസ്കാരത്തിന് സലാം വീട്ടിയപ്പോൾ കാണാൻ സന്ദർശിക്കാൻ പോയ റബീബിന് ഖൈസം തങ്ങള് സലാം പറയുന്നു, സലാം അടക്കുന്നു. വേറെ ഒരു സംസാരങ്ങളില്ല, ഒരു പരിചയങ്ങളില്ല. മഹദിയായ മൈമൂനത്തുൽ മിസ്രി ജീവിതം തന്നെ അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ച, രാത്രി മുഴുവനും നിസ്കരിച്ച, പകല് മുഴുവനും നോമ്പ് നോറ്റ മഹദി അവർകൾ ഈ കണ്ട മനുഷ്യനോട്, സലാം പറഞ്ഞ മനുഷ്യനോട് സലാം അടക്കിക്കൊണ്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഖുർആൻ ഓതാൻ അറിയുമോ? അല്ലാഹുവിന്റെ കലാം അറിയുമോ? എനിക്കൊന്ന് ഓതിത്തരണേ. അങ്ങനെ അതാ എനിക്ക് ഖുർആൻ ഓതാൻ അറിയാ. സൂറത്തുൽ മുസമ്മിൽ ഓതിക്കൊടുക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. മുസമ്മിൽ സൂറത്തങ്ങ് ഓതി അതിന്റെ മധ്യഭാഗത്തേക്ക് എത്തുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഇന്നൽ ദൈനാ അൻഖാലം വജഹീമാ വതഅമൻ ദാ ഉസ്സത്തിൻ വഅദാബൻ അലീമാ. മുസമ്മിൽ സൂറത്ത് ഓതി അതിന്റെ മധ്യഭാഗത്തേക്ക് എത്തുകയാണ്. ആ സമയത്ത് മഹദി അവർകൾ ഇങ്ങനെ കേൾക്കുകയാണ്. എവിടത്തേക്കാണ് എന്റെ
പ്രിയപ്പെട്ടവരെ സൂറത്തെത്തുന്നത്. ഈ ലോകത്തുണ്ടല്ലോ, ഈ ദുന്യവിയായ ലോകമുണ്ടല്ലോ, ഈ ദുന്യവിയായ ലോകത്തെ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് എല്ലാ തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൊണ്ട് ധിക്കാരികളായി ജീവിച്ച മനുഷ്യന്മാരുണ്ടല്ലോ, അവർക്ക് റമദാൻ വന്നാലും മാറ്റങ്ങളില്ല. അല്ലാഹുവുമായി യാതൊരു ബന്ധമില്ലാതെ ധിക്കാരികളായി ജീവിക്കുന്നവരുണ്ടല്ലോ, അവർ നാളെ പരലോകത്തേക്ക് എത്തിക്കഴിയുമ്പോൾ അതാ നരകത്തിലുള്ള ചുട്ടുപൊള്ളുന്ന ചങ്ങലകൾ എടുത്തുകൊണ്ട് വരികയാണ്. ആ കഴുത്തിലേക്ക് വലിച്ചു കെട്ടിക്കൊണ്ട് ഇന്നലദൈനാ അങ്കാലം വജഹീമാ, ആ നരകത്തിലുള്ള ചുട്ടുപൊള്ളുന്ന ചങ്ങലകള് ഈ മനുഷ്യന്മാർക്കുള്ള പിരടിലേക്ക് വലിച്ചു വലിച്ചു കൊണ്ടുപോവുകയാ. എന്നിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയുന്നു. ഹിസാബ് നടക്കുന്നു. ഹിസാബ് കഴിയുമ്പോൾ അല്ലാഹു പറയുന്നു സുമ്മ തുരിഹ ഫിന്നാർ, ഇവരെ നരകത്തിലേക്ക് വലിച്ചെറിയൂ എന്ന് അല്ലാഹു പറയുകയാണ്. അങ്ങനെ അതാ നരകത്തിലുള്ള കഠിനമായ കഠോരമായ ഭീകരമായ ബീഭത്സമായ അദാബുണ്ടല്ലോ, ആ അദാബിന്റെ ആ വിശേഷങ്ങൾ പറയുന്ന മുസമ്മിൽ സൂറത്ത് ഓതിയപ്പോൾ അതിന്റെ പകുതി ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഈമാനുള്ള ജീവിതം അല്ലാഹുക്ക് സമർപ്പിച്ച മഹദിയായ മൈമൂനത്തുൽ മിസ്രിക്ക് ഇത് കേട്ടു നിൽക്കാൻ സാധിക്കുന്നില്ല. അല്ലാഹ്, എന്റെ അവസ്ഥ എന്താണ് അല്ലാഹ്? ഈ മൈമൂനത്തുൽ മിസ്രിയുടെ അവസ്ഥ എന്താണ് റബ്ബേ? എങ്ങനെയാണ് പരലോകത്തേക്ക് കടന്നു വരുന്നത് അല്ലാഹ്? ബോധം കെടുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ചിന്തിച്ച് ചിന്തിച്ച് ബോധം കെട്ട് നിലത്തേക്ക് വീഴുന്നു. മഹദിയായ മൈമൂനത്തുൽ മിസ്രി അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകുകയാ. അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്ര പോവുകയാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ. അവര് ജീവിച്ച് കാണിച്ച ജീവിതമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. പുതിയ കാലത്തിന്റെയും പുതിയ ലോകത്തിന്റെയും പാശ്ചാത്യൻ സംസ്കാരങ്ങളുടെയും അതേപോലെ തന്നെ യൂറോപ്യൻ സംസ്കാരങ്ങളുമല്ല നമുക്ക് സ്വീകരിക്കേണ്ടത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങൾ, ഇസ്ലാമിക നിയമങ്ങൾ നമ്മളിലേക്ക് നൽകിയിട്ടുണ്ട്. അത് പരിപൂർണമായി അംഗീകരിച്ച് ജീവിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അവർക്കാണ് രക്ഷയുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുവാനുള്ളത്, വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ 2-ാമത്തെ 10 അല്ലാഹുവിലേക്ക് പാപമോചനം തേടേണ്ടവരാണ്. മഗ്ഫിറത്തിനെ ധാരാളമായി ചോദിക്കണം. അടുക്കളയിൽ പണിയെടുക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും നടക്കുമ്പോഴും ഏതൊക്കെ ഫ്രീ സമയങ്ങളുണ്ട്, ഖുർആൻ ഓതി ബാക്കി ലഭിക്കുന്ന നമ്മുടെ സമയങ്ങളിൽ അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, എന്റെ പാപങ്ങളെ നീ പൊറുക്കണേ അല്ലാഹ്. നിഷ്കളങ്കമായി മനസ്സ് തട്ടിക്കൊണ്ട് അല്ലാഹുവിനോട് തേടണം. അല്ലാഹു ആ ഭാഗ്യവാന്മാരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ പാപങ്ങളെ നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾ മരിച്ചു പോയവർക്ക് നീ സ്വർഗ്ഗം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ റമദാൻ പൂർത്തിയാക്കാൻ, അല്ലാഹുവേ പൂർണ്ണമായി നോമ്പനുഷ്ഠിക്കുവാനും ഇനിയും ഒരുപാട് റമദാനുകൾക്ക് സാക്ഷ്യം വഹിക്കുവാനും ധാരാളം ഇബാദത്ത് ചെയ്യുവാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.